നമസ്കാരം കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് +2 ഇപ്പോഴത്തെ ഓണം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് ഒരു വാക്ക് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് തീരില്ലെന്നറിയാം. ഒത്തിരി സമയമൊന്നുമില്ല, നിങ്ങൾക്കും സമയമില്ലെന്നൊക്കെ അറിയാം. നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിക്കുന്ന സമയമാണ്. ഒട്ടുമേ സമയം കളയാതെ അതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തതിൽ നമുക്ക് വിഷമമുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല പ്രയോജനം നല്ലപോലെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ഓണം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിന് മുൻപ് വരെ നോക്കിയാൽ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇനി വരാൻ പോകുന്ന നിങ്ങൾക്ക് കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ നന്നേ വ്യത്യാസം കാണും. നിങ്ങൾ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കൊണ്ട് മാത്രമാവരുത് ഈ വർഷത്തെ പഠിത്തം മുഴുവൻ. അത് ഓണം എക്സാം തൊട്ടേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലെ ക്വസ്റ്റ്യൻസുകളുടെ രീതിയൊക്കെ വ്യത്യാസം വന്നു. പാറ്റേൺ സെയിമാണ്. ഏതാ നമ്മൾ 8 എണ്ണം തന്നു, 6 എണ്ണം എഴുതുന്നു, അങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ കറക്റ്റാണെങ്കിലും ക്വസ്റ്റ്യൻസിനുള്ളിലുള്ള ഇൻറ്റേർണൽ കൺസെപ്റ്റൊക്കെ മാറ്റി ക്വസ്റ്റ്യൻസുകളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഈസി മോഡാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഫെയിലായിരിക്കും. നല്ലതുപോലെ പഠിച്ചോണം. ഇനി ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞാൽ, ഓണം എക്സാമിന് കിട്ടുന്ന മാർക്ക് പോലെ പിന്നെ അങ്ങോട്ട് കിട്ടാനേ സാധ്യതയുമില്ല. അതുകൊണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല മാർക്ക് കിട്ടാനുള്ള ഒരു അവസരമാണ്. അത് നന്നായിട്ട് പഠിച്ചോണം. പ്രത്യേകിച്ച് ഇപ്പോൾ മാത്സ് ആണെങ്കിലൊക്കെ നന്നായിട്ട്, ഇപ്പോൾ കുട്ടികൾ അത്ര ഈസി ഏറ്റവും ടഫായിട്ട് വന്നേക്കുവാണ്. മാത്സ് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. മാത്സ് ഒക്കെ ഇത്തിരി ഈസി ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഒരു എക്സസൈസിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ എടുത്തിടുക. ആ ആദ്യത്തെ ചോദ്യം എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ എല്ലാ ട്യൂഷനിലും പഠിപ്പിച്ച് പിള്ളേരെല്ലാം പഠിച്ചിട്ടുണ്ട്. കൊച്ചു ചോദ്യം നല്ല മാർക്ക്, ഇനി അത് മാറി വലിയ ചോദ്യം കൊച്ചു മാർക്ക്, ആ രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച് ആൻസർ ചെയ്യേണ്ടതിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് കാണും. അപ്പോൾ നല്ലപോലെ കൺസെപ്റ്റ് പഠിച്ചവർക്ക് മാത്രമേ ആ പ്രോബ്ലം മാറ്റം വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതി കൂടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിരിക്കണം. മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് എത്തിയെങ്കിലേ പ്രോബ്ലം മാറിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ അതേപടി നമ്പറോടുകൂടി വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പല കുട്ടികളാണ് നോക്കുന്നത്, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ മെട്രിക്സിൽ ആ നമ്പറൊക്കെ വെച്ചാണോ വന്നേക്കുന്നത്, ഇല്ലെങ്കിൽ ഡിഫറൻസിയേഷനിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയാണെങ്കിൽ മാറ്റി പഠിക്കണം. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് പഠിക്കും, ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്, നമ്മൾ പഠിച്ച പ്രോബ്ലം അല്ല, വേറെ ഇംപ്ലിസിറ്റ് ഇക്വേഷൻ ആണെങ്കിൽ ചെയ്തല്ലേ പറ്റൂ. അല്ലാതെ ഇംപ്ലിസിറ്റ് ഫങ്ഷൻ ഞാൻ കാണാതെ കുറേ പഠിച്ചിട്ടുണ്ട്, അത് അതായതുകൊണ്ട് ഞാൻ എഴുതിയില്ല, ഞാൻ നല്ലപോലെ പഠിച്ചതാണ്. ആ നല്ലപോലെ പഠിച്ചത് കാണാതെ പഠിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല പഠിക്കേണ്ടത്. അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാറി വന്നാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കണം. ആ രീതിക്കൂടെ വേണം പഠിച്ചു തീർക്കാൻ. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ നമ്മുടെ ലോഗരിതമിക് ഫങ്ഷൻസ്. ഇതൊന്നും പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസുകൾക്കൊന്നും പേരുകൾ വരത്തില്ല. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് യൂസിങ് ലോഗരിതം ഫംഗ്ഷൻ, യൂസിങ് ഇംപ്ലിസിറ്റ്, യൂസിങ് ഇൻവേഴ്സ്, യൂസിങ് പാരാമെട്രിക് എന്നൊന്നും പറയത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് തിരിച്ചറിഞ്ഞാൽ ഇത് പാരാമെട്രിക്കാ, അല്ലെങ്കിൽ ഇത് ലോഗരിതമിക്കാ, അല്ലെങ്കിൽ ഇത് ഇംപ്ലിസിറ്റാ എന്ന് തിരിച്ചറിയണം. അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസുകളുടെ വ്യത്യാസങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ മനസ്സിൽ കൂടി ഇങ്ങനെ പോകണം. ഓരോന്നും വരുമ്പോൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കണം. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാ എന്ന് നമ്മൾ വേറെ അവിടെ ചുമ്മാ പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി കണ്ണാടി നോക്കിയിട്ട് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമുക്ക് ആരെങ്കിലും ഒരാളുടെ അഭിനയിച്ച് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിക്കണമെങ്കിൽ നമ്മൾ കണ്ണാടി മുന്നിൽ നോക്കിയിട്ട് അഭിനയിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ. അഭിനയം പഠിക്കുന്ന ആൾക്കാരൊക്കെ സ്വയം അവരുടെ മുന്നിൽ കണ്ണാടി നോക്കിക്കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ നമ്മളുടെ ആ ചേഷ്ടകൾ കണ്ട് നമുക്ക് തിരിച്ച് പറയാം. അപ്പോൾ നമ്മുടെ അഭിനയത്ത് എന്തുമാത്രം മാറ്റാനുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിച്ച ടോപ്പിക്സുകൾ ഇന്നതൊക്കെയാണ്, അതിൻ്റെ പേരുകൾ, അതിന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിച്ച ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളപ്പോൾ ഒരു ടോപ്പിക് പ്രത്യേകിച്ച് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്തായാലും പിള്ളേരെ വരച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും എല്ലാം കൃത്യമായിട്ട് തന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നുള്ള ക്ലാസ് ആയിരിക്കും തരുന്നത്. ജോയിൻ ചെയ്യാം. ഓക്കെ, എക്സാമിന് വരുന്ന ഷുവർ ടോപ്പിക്സ്, ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് പറയും. എക്സാമിന് അത് നമ്മുടെ ഓണം എക്സാം തൊട്ട് പബ്ലിക് എക്സാം വരെ എല്ലാ കാര്യങ്ങളും തന്ന് ഇക്വേഷൻ ബുക്ക്ലെറ്റ്സ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നുള്ളതായിരിക്കും. ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ മാത്സ് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമേ ആകില്ല. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിക്കുക. ഞാൻ ഈ മാറ്റങ്ങൾ എല്ലാ സബ്ജക്റ്റിനും, അത് മാത്സ് മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രി എല്ലാം. ഇപ്പോൾ കെമിസ്ട്രിക്കൊക്കെ എനിക്ക് തോന്നുന്നു പഴയതിനേക്കാളും നല്ല ടഫായിട്ടാണ് കുട്ടികൾക്ക് തോന്നുന്നത്. അത് വായിക്കാനുള്ള നിങ്ങളുടെ ക്ഷമയില്ലായ്മ തന്നെയാണ് കേട്ടോ.
അതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വായിച്ച് പഠിക്കുന്നില്ല, എഴുതി പഠിക്കുന്നില്ല. നിങ്ങളെല്ലാം കണ്ട് സിനിമ കാണുന്ന പോലെ ചുമ്മാ ഒന്ന് കാണുക, പഠിക്കുക, പരീക്ഷയ്ക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ അത് ഫെയിലാവും, എഴുതുന്നത് ആദ്യമായിട്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ, വീട്ടിലിരുന്ന് എഴുതി പഠിച്ചെങ്കിൽ അത് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചോ. നല്ല രീതിയിൽ കൂടെ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഗുഡ് ബൈ.